കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ നിന്നോട് കർത്താവേ, ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്തിന്റെ ആശ്രയവും എന്റെ ഓഹരിയും നീയാകുന്നു ഞാൻ പറഞ്ഞു. എന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കം, നിന്റെ കൂടവഴികൾക്ക് പ്രകാശവുമാകുന്നതിന്റെ നീതി രാജപ്പാനായിട്ട് ഞാൻ ആയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷണിച്ചു. കർത്താവേ, എന്റെ വനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങൾ നഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങൾ തന്നെ പഠിപ്പിക്കണമേ. അവൻ സത്യമായിട്ട് കർത്താവാകുന്നു. സർവജനം നിബിയർ സ്നേഹന്മാർ സിദ്ധർ സഹതീർക്കും പരിമളധൂപത്തോ ഓർമ്മഭവിക്കട്ടെ. പാർക്കുമോ വിമലസഭയ്ക്കും പ്രജകൾക്കെല്ലാവർക്കും പരിമളധൂപത്തോടോർമ്മഭവിക്കട്ടെ. അറിയാവിന്നോമ വാഴ്വായി തീരണമേ. അവളുടെ യാചനകൾ കോട്ടയനാകട്ടെ. ദൈവസുതൻ ജനനീ കന്യകമറിയാമേ. നോയാർ മുഴുവനിലും പരിമളമേകുന്നു. ഭാഗ്യം ദിവ്യർക്കും ഭാഗ്യം സ്ത്രീകർക്കും ഭാഗ്യം സഹർക്കും പുനരുദ്ധാരതിരെ നിറഞ്ഞവരെ ന്യായാധിപതേ നീ കൃപയാൽ ക്ഷമയേകി പറഞ്ഞു. ആനന്ദം തേടാനന്ദസ്ഥാനേ സഹോദരരെല്ലാം വിശ്രമമേൽക്കണമേ. കൃഷിക്കാരെ പോലെ ലോകത്തിലേക്ക് പുറപ്പെട്ടവരായി വിശ്വാസ പ്രസംഗങ്ങളായ പരിശുദ്ധ സ്നേഹന്മാരെ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് കളവിച്ചോടെ കുറിച്ച് നീക്കപ്പെടുവാനും നല്ലവൻ തെരഞ്ഞെടുക്കപ്പെടാതിരിക്കാനുമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഭൂലോകത്തിൽ തന്റെ ഏവൻഗേലിയോനെ വധിച്ചവൻ വാഴ്ത്തപ്പെടുവാനാകുന്നു. പാർക്കുമോ ഈ വകുപ്പയിൽ നിന്നും കർത്താവേ, പരിശുദ്ധ പിതാക്കന്മാരുടെയും സത്യവിശ്വാസികളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളും മൂലം നിശ്ചയമായ രക്ഷപ്പെട്ടിരിക്കുന്ന നിന്റെ സഭയോട് കൃപ ചെയ്യണമേ. നിന്റെ തന്നെയുടെ വാദം ഞങ്ങളുടെ മുകളിൽ നേരെ നീ അടയ്ക്കരുതേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമസ്കാരം സൂക്ഷിക്കേണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ,
ജീവനോടും കാക്കണമേ.
വിശുദ്ധനാൽ ഞാൻ ഉണരുമ്പോൾ കൃപയെ ഓർത്ത് പുകഴ്ത്താറാകണമേ. നന്മ നിറഞ്ഞവരെന്തിയോ നന്മ വിളങ്ങും രാവിലെയും എന്നുടെ ഓനാമശിഹായി നിന്നുടെ കേൾക്കണമേ. മാനവരക്ഷകനെ ദാസരിലെന്നും നിൻ കൃപയെ ഈ ഉലകിൽ നീ എന്നതുപോൽ ആ ലോകത്തിലുമേകണമേ. പ്രാർത്ഥനയെ കേൾക്കുന്നവനെ യാചനയെ നൽകുന്നവനെ പ്രാർത്ഥന കേട്ടി ദാസരുടെ യാചനയെ നൽകിയിടണമേ. The Most High, whoever abides in the shadow of the Almighty. More and more I will say, O Lord, He is my refuge and my fortress, my God, in Him will I trust. For He shall deliver you from the snare of stumbling and from idle talk. He shall cover you with His feathers, and under His wings you shall be safe. His truth shall be your armor. You shall not be afraid of the terror by night, nor the arrow that flies by the day, nor for the plague that travels in the darkness, nor for the destruction of the wind in the noon. 1,000 shall fall at your side, and 10,000 at your right hand. But they shall not come near you. Only with your eye you shall behold and see the reward of the wicked. Because you are my Lord, my refuge, who hath made His habitation the Most High. No evil shall come near you, no plague shall come near your dwelling. For He shall give His angels charge over you to keep you in all your ways. But they shall bear you up in their hands, so that your foot shall not dash against the stone. You shall tread upon the lion and the adder, and you shall trample the young lion and the dragon. Because he has sought me, I will deliver him and strengthen him. He shall call upon me, because he has known my I will name. answer and I will be with him trouble, and will strengthen him and honor him. I will satisfy him with long life and show him my salvation. I will lift up my eyes to the mountain, from where comes my helper. My help comes from the Lord who made the heaven and the He earth. will not let your foot to tremble. He who keeps his soul shall neither slumber nor sleep. Behold, he that keeps his is not slumber nor sleep. Voice you keep on Lord shall overshadow his right The hand. sun shall not smite you by day, nor the moon by The night. Lord shall preserve you from all evil. He shall preserve your The soul. Lord shall preserve your going and coming from henceforth and forevermore. To you belongs the praise of God, forevermore. Shkola bulbrol kadisha. The Lord who is in the shadow of the Most High, protect us in the wings of your mercy, and have compassion upon O us. Lord, who art restore by your grace, listen to the supplication of your servants. Glorious King, our Savior, give us a peaceful evening and a sinless night. We set our eyes unto you, forgive our debts and sins, and be merciful to us in this world and world to come. Lord, may your loving kindness shelter us, and let your mercy guard us. May your cross protect us from the evil one and from his legion. Let your right hand unveil us all for the days of our lives. Let your peace reign among us, grant hope and salvation to all the souls who make supplication unto you. By the prayers of Saint Mary, who gave birth to you, and all your saints, O God, forgive our debts and have mercy upon us. Blessed be the glory of the Lord from his place forever. Holy Mercy, have mercy upon us. Blessed be the glory of the Lord from his place forever. Holy Mercy, have mercy upon us. Blessed be the glory of the Lord from his place forever and ever. Holy Mercy, have compassion and mercy upon us. You are holy and glorious forever. You are holy and glorious forever. Your holy name is blessed forevermore. Glory be to your Lord. Glory be to your Lord. Glory be to your hope forevermore. Our Father who art in heaven, Hallowed be thy name, thy kingdom come, thy will be done on earth as in heaven. Give us this day our daily bread, forgive us our trespasses, as we forgive our trespasses against us. Lead us not into temptation, but deliver us from the evil one. For thine is the kingdom, the power, and the glory, forever and ever. Magmor vasluthamo Marion in every man. we believe in one true God. Almighty, maker of heaven and earth, and all things visible and invisible, and in one Lord Jesus Christ, the only begotten Son of God, begotten of the Father before all worlds, light of light, creator of God and very God, begotten and not made, being subsistent with the Father, and by whom all things were made, who for us commanded our first salvation, and yet offered in heaven, and was born of the Holy Spirit, and the Holy God, and the Holy Ghost, and became man, and was
പരിശുദ്ധന്മാരെ നിങ്ങൾ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, എത്രയും ബഹുമാനിയായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വലിയ കുറവസ്തോപാച്ചും അനുഗ്രഹീതരായ ദൈവജനമേ, നമ്മിൽ നിന്ന് കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ എത്രയും വലിയ ചെറുതോട്ടിൽ ഡേവിഡ് കുറവസ്തോപാച്ചന്റെ ഓർമ്മയിലാണ് നാം ഇവിടെ കൂടി വന്നിട്ടുള്ളത്. എനിക്ക് വലിയ ഭദ്രാസനത്തിൽ ചെറുതോട്ട് കുന്നേൽ സെന്റ് ജോർജ് പള്ളിയുടെ പുത്രനായി ജനിച്ച് വളർന്ന് അമേരിക്കയിൽ 80s ആരംഭത്തിൽ 82 സമയത്ത് കടന്നു വരികയും അന്നു മുതൽ ഈ ഭദ്രാസനത്തില് ദീർഘനാളത്തെ ശുശ്രൂഷകൾ ഷമാശനായും വൈദികനായും ഒക്കെയും നിർവഹിച്ച് ഈ അടുത്ത ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ടെക്സസിലേക്ക് അദ്ദേഹം താമസം മാറിയത്. അദ്ദേഹം ഈ ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് കർത്തൃസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്ന സമയം മുതൽ തന്നെ കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ചും അതുപോലെ ഈ ഭാഗത്തുനിന്നായ നമ്മുടെ എല്ലാ വൈദികരും അതിനോട് ചേർന്ന് എല്ലാവിധമായ പ്രാർത്ഥനകളും അദ്ദേഹത്തെ പോയി സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കുവാൻ തൈലാഭിഷേകം നടത്തുവാൻ എല്ലാത്തിനും പിന്നാലെ ഒന്നിനൊന്ന് നിന്നത് ഈ സമയത്ത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. എല്ലാ വൈദികരോടും പ്രത്യേകിച്ച് ഈ ഇടവക നമുക്കറിയാം, ഈ ഇടവകയിൽ ആണ് അദ്ദേഹം മെമ്പറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ കന്തീല ശുശ്രൂഷ കഴിഞ്ഞ മുമ്പത്തെ വർഷം നിർവഹിക്കുകയുണ്ടായി. ആ ശുശ്രൂഷകൾക്കൊക്കെയും അന്ന് അദ്ദേഹം ഇവിടെ ആയിരിക്കുന്ന പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ട് അച്ഛനെപ്പോഴും അമ്മയും ഒക്കെ പറയുമായിരുന്നു. ഇടവക അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അദ്ദേഹത്തോടും ചെയ്തിട്ടുള്ള എല്ലാ കരുതലും ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്നതായ ബഹുമാനപ്പെട്ട മാർട്ടിനച്ചൻ, ബഹുമാനീയ കുറപ്പിസ്റ്റോപ്പച്ചൻ, നിങ്ങളെ കമ്മിറ്റി അംഗങ്ങൾ, ഇടവക ജനങ്ങൾ എല്ലാവരെയും സന്തോഷത്തോടുകൂടി ഈ സമയത്ത് ഓർക്കുകയാണ്. നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് പ്രാരംഭ ശുശ്രൂഷയും 1, 2, 3 നിർവഹിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് 4, 5 നിർവഹിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപ്രധാനാചാര്യനായ ബഷീർബ്രാനെ ഈ സഭയിൽ നിന്ന് നിന്റെ അടുക്കിലേക്ക് മാറിയിരിക്കുന്ന നിന്റെ ദാസനായ പുരോഹിതനെ പാപമോചനത്താൽ ആശ്വസിപ്പിച്ച് നിർമ്മലമായി നിനക്ക് ശുശ്രൂഷ ചെയ്തിട്ടുള്ള വിശുദ്ധ പുരോഹിതന്മാരുടെ കൂടെ ആശ്വസിപ്പിച്ചുകൊള്ളണമേ. എൻ മനമേ തനുവേ ജീവനും ദൈവത്തെ കീർത്തിക്ക. പ്രാവൊരു കൂടും കുരുവിനൊരു വീടും കണ്ടെത്തി. കുഞ്ഞുങ്ങളെ പരിവേദിക്കരികിൽ നീ പോറ്റി. ഹല്ലേലൂയ. രാജാവാം ഭവനെ മേവുന്നു ധന്യന്മാർ. നിന്നെയവരെന്നേക്കും വാഴ്ത്തും. ഹല്ലേലൂയ. നീ തുണ ചെയ്യും മനുഷ്യൻ ധന്യൻ താൻ. നിൻ ചെറുവഴികളിൽ പ്രിയമുള്ളോ ധന്യൻ. ഹല്ലേലൂയ. സങ്കടകർത്തത്തെ അവരാക്കി വാസസ്ഥാനം ബാറക്കുമോ. എന്നോലം വാദാമോലം മീനമേ. സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരു തിരുവയും മോചനവേഗം തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ. കൃപ നെടുനാൾ നാദാം മധ്യസ്നേഹത്തിൻ വിവിധ സ്തുതിയാലോചനം ദൈവം പാർക്കുകിലെപ്പോഴും നമ്മെ സന്ത
പ്രത്യാശിക്കുന്നു. ഇന്നേ വരെ മരണത്തിന്റെ നാശകരം വല പൊട്ടിക്കാൻ സാധിക്കാത്ത വിധം പാപം ബലമത്യന്തം പ്രാപിച്ചു. എങ്കിലും ഉടയോൻ വൻകൃപയാ മനസാതാഴ്മയോടിങ്ങെത്തി സർവം എന്നോനാ മരണത്തോടു തന്റെ നടത്തി മധ്യസ്ഥതയാലടയാളി മൃതലോകത്തിനുയരോ എഴുന്നേറ്റതിനാൽ മരണത്തെ വലയപ്പാട് പൊട്ടിച്ചു. ഈ പ്രത്യാശയിൽ നാം എല്ലാം നിശ്ചിതമാം ധ്യാനത്തിൽ വഴിയെ പോയിടും നേരം കർത്താവിൻ നിസ്സീമതാ കൃപേ സംഗീതത്താരും സ്തുതിഗാനത്താരും കൂപ്പി വാങ്ങിപ്പോയോർക്കായി ചെയ്യൂ സംസ്കാരത്തിൻ ശുശ്രൂഷ. മൃതലോകത്തിൻ വാതിൽ പെരുവാഴിയിൽ നിലകൊണ്ടേ കമറുകളിൽ ജീർണിക്കും തലമുറകളെ ഞാൻ വീക്ഷിച്ചു. കാരണം ചെയ്തലുകളെയും കീടങ്ങളെയും ഞാൻ കണ്ടു. ഈ ദൃശനമെന്നുള്ളിൽ വീരണക്കില്ലാതെ അത്യാഗ്രഹിയാം പ്രജയെവിടെ തേരുവിൽ ചെളിയതിനെന്നോണം ആനന്ദത്തൊടുമതമാർന്നി തേങ്കം തട്ടിമെതിക്കുന്നു. അന്ധതയാർന്നിക കീടത്തിൽ വാലകൾ പാകിയ കണ്ണുകളും ബോറ്റം കേൾവി നശിച്ചവയാം കാതുകളും ഞാൻ ദർശിച്ചു. നാവുകളൊക്കെ വരണ്ടേ സുഖതയേറിയ വദനത്തിൽ ലാവണ്യം ഭാവൈ പോയി. ജീവേശാൽ മജരേ ദാസന്മാരെ നീ കൃപയെ സ്തോത്രം ചെയ്യുവാൻ ജീവിപ്പിച്ചെഴുന്നേൽപ്പിക്ക സമകാലോ കരുണയായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാർക്കുമാർജികളുടെ തലവനും മരണമില്ലായ്മയെ നൽകുന്നവനും തന്റെ അധികാരസ്ഥലത്തിന്മേൽ വാഴുന്നവനും മഹാശക്തിയാൽ പാളത്തെ ഉന്മൂലനം ചെയ്ത് മരണത്തെ മായച്ചു കളഞ്ഞ് മൃതദേഹാശ്രിതമായി ഏൽപ്പിക്കുന്നവനും മരണമില്ലായ്മയുടെ വ്യത്യാസം നീതിമാന്മാർക്കും മുടിയാന്മാർക്കും നൽകുന്നതുമായ റാൻസുതി തന്റെ നമസ്കാരത്തിന്റെ സമയത്ത് നേരങ്ങളിലും കാലങ്ങളിലും യോഗ്യമാകുന്നു. സഹായ Lord of all spirits and of all flesh, who are indescribable and invisible, who by your benevolence chose us, who are bound with the bonds of flesh and entrusted to us with your divine and life-giving mysteries,
that are hidden from the angelic orders of fire and of the Spirit, and commanded us to continually administer them, whereas the angels long and desire to gaze with us upon them, and to see you exalted on our heads. After all that honor to which you raised us, we had to taste the bitter cup that was imposed on us due to our transgressions of your command. Consequently, we entered into the corruption of the grave, became bound in the prison of death, and for a while remained under its yoke. We offer you, O merciful Lord, petition with a heart that calls out with the sighs and groans, and we entreat your Lordship, that when your kingdom is made manifest, and your dreadful might sits on the throne, to judge justly, give us reward, not to cast us into the outer darkness. We who are your pleasing servants, and the ministers of your Lordship, let not those who enrich many with your knowledge, and enlighten them with the light of your wisdom dwell in the darkness. Do not allow those who vigilantly glorify you night and day, evening and in morning, singing to you the songs of the Spirit. സാക്ഷിയും പാർക്കുമോ മെൽമോലം മെൽമോലം സ്പർശിച്ചുള്ള പാദങ്ങൾ കൊക്കുദ്യാനദ്വാരങ്ങൾ വാനമരത്തു വസിക്കേണം സ്തോമൻ കാലസ്കുറിയേലായിസോ ദൈവം സൃഷ്ടിച്ചതേ സൃഷ്ടാപൊടുതുല്യം സൃഷ്ടി ന്യായമാൺമയനുദ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നീടും അത് കാണുവാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ മേവി പണ്ഡിതയർച്ചയിലാശ്ചര്യം പാടുമോ ആദ്യാചാര്യത്വം കൈക്കൊണ്ടവൻ മോശയോടൊന്നിച്ച് സ്കറിയായി നൽകി മോശ സറിയായ യോഹന്നാനേകി യോഹന്നാൻ കർത്താവിനും കർത്താവൻ ശ്രീഹൈമാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്കേകി ശ്രീഹൈമാ ഒരേറാഹി മേലൈനുവാദാരേ ബലിപീഠത്തിലെ പൂണ്ട് നിർമ്മലരായി പരികർമ്മിപ്പോ രാജായർക്കവ ചൂടിടും. എല്ലാവർക്കും സ്ഥാനങ്ങളിൽ പോയിരിക്കാം. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ അവർ എന്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. അവർ എന്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുന്നു, ഉഴച്ചാലുകളെ അവർ നീളത്തിൽ കീറി. യഹോവ നീതിമാനാകുന്നു, ദുഷ്ടതയുടെ കയറുകളെ യാത്ര കളഞ്ഞിരിക്കുന്നു. സിയോനെ ഭയക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകട്ടെ. വളരുന്നതിന് മുമ്പേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെ അവരാകട്ടെ. കൊയ്യുന്നവൻ അതുകൊണ്ട് തന്റെ കൈയാകട്ടെ. കറ്റകെട്ടുന്നവർ തന്റെ മാറുടമാകട്ടെ എന്നറിയില്ല. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ ഒഴിവൊന്നും പറയുന്നതുമില്ല.
ദൈവമേ സ്ത്രീ യോഗ്യമാകുന്നു പാർക്കുമോ. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, വൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു. ഭൂമി കുലുങ്ങട്ടെ, യഹോവ സീയോനിൽ വലിയവനും സകലജാതികൾക്കുമേലും ഉന്നതനുമാകുന്നു. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവന്റെ മുഖത്തെയും ഭദ്രമായ നാമത്തെ സ്തുതിക്കട്ടെ. ന്യായതൽപരനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു. നീ യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുകയും അവന്റെ പാദപീഠത്തിങ്കൽ നമസ്കരിക്കുകയും. അവൻ പരിശുദ്ധനാകുന്നു. അവൻ പുരോഹിതന്മാരിൽ മോശയും മഹത്വനും അവരുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ സമൂഹവും യഹോവയോട് അപേക്ഷിച്ചു. അവൻ അവർക്ക് ഉത്തരമരുളി. മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു. അവർ അവന്റെ സാക്ഷികളും അവൻ കൊടുത്തിട്ടവും പ്രമാണിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവർക്ക് ഉത്തരമരുളി. നീ അവർക്ക് ക്ഷമ കാണിക്കുന്നതും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരവുമായിരുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുകയും അവൻ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിക്കുകയും നമ്മുടെ ദൈവമായ യഹോവ ഇഷ്ടമല്ലോ. സന്തോഷത്തോടെ യഹോവയെ സേവിക്കുകയും സംഗീതത്തോടെ താൻ സന്നിധിയിൽ വരികയും യഹോവ തന്നെ ദൈവം എന്നറിയുകയും അവൻ നമ്മെ ഉണ്ടാക്കി നാം മുന്നുള്ളവനാകുന്നു. അവന്റെ ജനവും ഉന്നയിക്കുന്ന ആളുകൾ തന്നെ അവന്റെ വാക്കുകൾ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്ഥിതിയോടുകൂടി വരികയും അവനെ അസ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുകയും യഹോവ നല്ലവനല്ലോ, അവിടുത്തെ എന്നേക്കുമുള്ളത് അവൻ വിശ്വസ്ത തലമുറയായിരിക്കുന്നു. യഹോവ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി ഈ തിരുസന്നിധിയിൽ പെരുമാറാകട്ടെ. കഷ്ടദോസ്തുകളും നിന്റെ മുഖം എനിക്ക് മറക്കരുത്. നിന്റെ ജീവി എന്നിലേക്ക് ചായിക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം നൽകണമേ. എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു. എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു. എന്റെ ഹൃദയം മരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നു പോകുന്നു. എന്റെ ഞരക്കത്തിലുള്ള ചർമ്മത്വം എന്റെ അസ്ഥികൾ മാംസത്തോട് കെട്ടുന്നു. ഞാൻ ഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. ശൂന്യസ്ഥലത്തെയും മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കുവിളിച്ചിരിക്കുന്നു. വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുവികൾ പോലെ ആകുന്നു. എന്റെ ശത്രുക്കളോടാ എന്നെ നിന്ദിക്കുന്നു. എന്നോട് ചേർന്നവന്റെ പേർ വെല്ലുശപിക്കുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു. എന്റെ പാനീയത്തിൽ കണ്ണീർ കലക്കുന്നു. എന്റെ കോപവും ക്രോധവും ഹേതുവായിട്ട് തന്നെ നീ എടുത്ത് എറിഞ്ഞു കളഞ്ഞുവല്ലോ. എന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന പോലെയാകുന്നു. ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. നീയോ യഹോവയെ എനിക്കുള്ളവൻ. നിന്റെ നാമം തലമുറയെ നിലനിൽക്കുന്നു. നീ എഴുന്നേറ്റ് സീയോനോട് കരുണ കാണിക്കണം. അവളുടെ കരുണ കാണിപ്പാനുള്ള കാലം അതെ, അതിന്റെ സമയം വന്നിരിക്കുന്നു. ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ കോഴിയോട് അറിവ് തോന്നുന്നു. യഹോവ സീയോനെ പണികി അവന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാവുകയും അവൻ നദികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സ്വരാജകുമാരും എന്റെ മൊത്തത്തെയും ഭയപ്പെടും. ഒരു വാദിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും. ഒറ്റപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ സീയോനിൽ യഹോവയുടെ നാമത്തെയും പ്രസ്താവിക്കേണ്ടതിന് വ്യക്തമാരുടെ കാര്യങ്ങൾ കേൾപ്പാൻ നല്ല നനയപ്പെട്ടവരെ വിളിക്കാൻ യഹോവയുടെ വിശുദ്ധമായ കേൾക്കിൽ നിന്ന് നോക്കിയ സ്ഥലത്തിൽ നിന്ന് ഭൂമിയെ തെക്കൻ പാർത്തുവല്ലോ. അവൻ വഴിയിൽ തന്നെ വെള്ളം ക്ഷയിച്ചു. അവരുടെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. എന്റെ ദൈവമേ, ആയുസ് നിർത്തിച്ചതിനെ എടുത്തുകളയരുതേ എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സംവത്സരങ്ങൾ തലമുറ കാണിക്കുന്നു. ഒരു കാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു. ആകാശത്തിന്റെ ഏകയുടെ പ്രവൃത്തിയാവുന്നു. അവ നശിക്കുന്നു, നീ നിലനിൽക്കും. വേദ വസ്ത്രം പോലെ പഠിപ്പിക്കും. ഉടുപ്പോലെ നീ അവയെ മാറ്റുന്നു, മാറിപ്പോവുകയും ചെയ്യും. നീയോ അന്യനാകുന്നു. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കില്ല. നിങ്ങളുടെ ദാസന്മാരുടെ മക്കളുടെ പ്രേമസിക്കും. അവരുടെ സന്ദേശം സന്ദേശം നിലനിൽക്കും. ദൈവമേ, സുരഭിമാകുന്നു പാർക്കുമോ.
Or His Eminence, Archbishop Martito Zeldo, Corpus Cobachen, respected actions, dearly beloved, especially the family of our dear David Corpus Cobachen, family and friends, as we come together, as Tidmini shared at the beginning of the service, we're here tonight to complete the prayers of the funeral services for our beloved Corpus Cobachen. At this time, I invite Reverend Father Reggie Matthew Etchen to come up and say a few words of small message for condolences for the family. This time I invite Reggie Matthew Etchen. അഭിമന്യ തിരുമേനി, വന്ധ്യ വൈദിക ശ്രേഷ്ഠതയും പ്രിയപ്പെട്ട കൊച്ചമ്മ, മക്കൾ, സഹോദരി സഹോദരങ്ങളെ, ഓരോ വൈദികനെയും യാത്രയാക്കുന്നത് വളരെ to complain of bitter and mournful inflictions. Do not silence them from the sound of the Spirit heart by weeping, and of sorrow and by sighs. Do not darken with the intense heat of the smoke of darkness the eyes that you saw your invisibility and gazed upon your divine mysteries. Do not subdue with the bridles of flame the tongues that were instruments for the songs of the Holy Spirit. Let not the hands that broke your holy body be bound with the bonds of flame. Let not the feet that walk serving in your holy sanctuary to tread upon the fire. Let not those who appeased you with their songs glorify you with their hymns, and by the sweet fragrance of the censers turn your countenance back to your people and be exiled from the church of the firstborn. O Lord, look upon them with the mercy and compassion. Call them to you to meet with them cheerfully. Let them into the abiding joys that make them inherit the spiritual riches. Add them to the ranks of your firstborn, so that with one accord they may offer you unceasing glory. O Christ, the high priest of our faith, and to your Father and to your Holy Spirit, who is good and adored and life-giving, and constant spiritual with you, now, always, and forever, Barakmor, Osho, Wakunes Baloli. മരണത്തിൻ ബഹുമാനാർത്ഥം വന്നീറേന്ന ആചാര്യൻ പോൽ അവനെ അടക്കം ചെയ്തുടയും ശൈലം തന്നിൽ ചുറ്റും നിന്നോ രാജ്ഞാത്മീയന്മാർ കവനത്യന്തം പ്രീതിപ്രദനല്ലോ നീതിയന്മാരാൻ തലവനെ നിഖില ജഗദാന സംസ്കാരം ചെയ്തെന്നതു വാഗ്ദാനയോഗ്യം ദാസന്മാരെ കബറിലടക്കിടുന്നോരെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യാം. ബാറക്കുമോ ശുഭമോലാ ബോലബറോ വൽറുവോ കാദീശോ ഹസ്കീലേ വെളിപാടുകളിൽ വലിയവനെ ഓസേ പുത്ര നീരാദന്മാർ എങ്ങനെ പുനരുദ്ധാരത്തിൽ ജീവൻ നേടും എന്നെ നാഥ
മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ, നിങ്ങളുടെ പ്രത്യാശയിലിപ്പോൾ നിര്യാതനായിരിക്കുന്ന നിന്റെ ആചാരന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന സ്വന്തം കൈക്കൊള്ളുമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാപമോചനത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും പണ്ഡിതന്മാരായ നിന്റെ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ തിരുവൻപാകയുള്ള മഹപ്രസന്നതയ്ക്കും നിന്റെ പുരോഹിതനെ അർഹനാക്കി തീർക്കണമേ. ബാർക്കുമോർ മോറന്മാരോഹാനുലോൽമേ. ഐശ്വര്യം നേടി വേർപെട്ടെന്നോരേ പ്രിയനാം പ്രാതാവേ, രാപകൽ നിൻ പ്രാർത്ഥന ഞങ്ങൾക്കൊരു കോട്ട ആകട്ടെ നിത്യം. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, നാഥനോടർത്തിക്കാം പാർക്കുമോ. രാപകൽ നീ സഹജ പാടിയ ഗീതത്താൽ ദൈവതലോചന്റെ സ്നേഹിതരോടൊപ്പം ആനന്ദ മണവറയിൽ പോകുന്നതു കാണാൻ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഭാഗ്യം നൽകട്ടെ. മെൻമോലം വാദമുൽമോലം വൽമീനാമേ, നിന്നിൽ മൃതരായി നിൻപേർക്കായി കാക്കും വിഗതന്മാർ താത വിസ്മൃതരാവല്ലേ. അൻപേറും മശിഹ നിൻ കൃപയെ വാഴ്ത്താൻ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, മൃതരെ ഉയർപ്പിക്കാം. കൊയ്മയെ വ്യാപിപ്പിച്ചോർ സ്തുത്യൻ സത്യമതാം വേദോക്തം പോൽ മൃതികതരാം മുഖ്യാചാര്യന്മാരും ഇളയന്മാരും വാനത്തിൽ സൗഭാഗ്യകരത്തിൽ വാഴുന്നു. കർത്താവിനവർ ജീവിക്കുന്നോരാ ഉദ്ധാരത്തോളം നിക്ഷേപന്മാർ രാജസുതൻ മേലി നാഗതരാകുമ്പോൾ മോദത്തോടെതിരേൽപ്പാൻ ചെല്ലൂ. പറുദീസിൽ നിന്നും ഇറങ്ങും നേരം സൃഷ്ടാവിൻ നിർമ്മാണത്തിൽ നിയമം ഞാനയ്യോ ലംഘിച്ചു. മോഹത്താൽ മഹിമയെ വിദ്വേഷിച്ചേ തള്ളപ്പെട്ടേ ഞാൻ പൂജ്യം മൂലം. ഞാനവകാശിച്ച ശാപമെഴും ഭൂമി മശിഹ തിരികെ നീക്കതു നൽകേണം. വിദിതൻ ഭീകരമാം കാര്യം
ദുഃഖത്തിൽ മുഴുകിപ്പോയി വിധിവൃത്താന്തം കേൾക്കാത്തോനെ പോൽ ഞാൻ ദുഷ്ടതയിൽ പാരം മുന്നേറി മോഹിതനാമെന്നെ തള്ളരുതേ നാഥാ നൽകുക യോഗ്യത നിന്നെ സ്നേഹിപ്പാൻ കാട്ടാത്തോലയ്യോ നാശം കുരിശിൽ
കർത്താവേ നീ കരുണ സിന്ധു വർഷിച്ചിടണമേ ഞങ്ങളിൽ നിന്നാരുണ്യം. ശാന്തി തുറമുഖമാണീ ശാന്തി ഈ വൻതിരകളിൽ നിന്ന് നീ തേജസ്സാണേശുനാഥ കാണുന്നു തേജസ്യങ്ങൾ നിന്റെ നിന്നുടെ സ്വന്തം ജനമേ ഞങ്ങൾ ദ്രോഹ നിന്റെ ജനത്തിനുണ്ടായിടല്ലേ. കർത്താവേ നിൻ ശ്രീവാദങ്ങൾ കേൾന്നു ദുഷ്ടപടയെ നീക്കിടു കോട്ട. ഉത്തമനാഥ നിൻ കാരുണ്യം ഞങ്ങൾ തൻ ദുഷ്ടതയേക്കാൾ പാരം ശ്രേഷ്ഠം. നിന്നിടവകതല്ലിടയായി നിന്നെ കീർത്തിക്കുന്നു ഞങ്ങൾക്കായി പ്രിയേറ്റോനെ. മുറിയോറാകെ മേലെ ലോവാതായി ഓനൈകാനി ബൈനോസ് കോദാനോ വൈമൽകുസോ ദ്രോമേസ്തഹിയോ അംഗാദീശേ ആചാര്യലങ്കാരത്തെ പാതാളം പോക്കി ശമ്മാശന്മാർ തന്മാഹാത്മ്യം ആഴെ നീക്കി. സഭയിൽ തോഴൻ പാതാളത്തിൽ മണ്ണായി പോയി ഇന്നാൾ വീണ പോയി പോയി മൗനം പൂണ്ടു. ദേവാലയ സംഗീതം കേൾപ്പാനില്ല പള്ളിയിലയ്യോ ഗാനാലാപം പാടെ നിന്നോ. വേർപാലിന്നാലാൽ ബലിപീഠം ഖേദിക്കുന്നു ശുദ്ധസ്ഥാനം ശുശ്രൂഷകളെ കേഴുന്നു. ദൈവാത്മജനേ ആചാര്യൻ മോദം പൂണ്ട് നേടിയിടട്ടെ സംരക്ഷണേ ആഗമനത്തിൽ. കർത്താവേ, ഭ്രാതാവിനെ നിൻ രാജ്യം തന്നിൽ ശ്രേഷ്ഠന്മാരോ തെറ്റിയിടണം പന്തിയിലീശ. കർത്താവേ ഭൗമികരാമി ആചാര്യന്മാർ സ്തോത്രത്തോട് തർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഭൗമികരാമി സഭയിന്നവരെ ആദ്യന്മാർ തൻ സഭ തന്നിൽ നീ ചേർത്തിടണമേ നാഥ സ്തോത്രം. തൻദാസരയാതിരെ ചോരാം താതൻ സ്തുത്യം തന്നോകമേന്തി ധാരാരിച്ചോ പുത്രൻ വന്യൻ. ഇന്നോളമിവൻ കുദാശകളാൽ ശുശ്രൂഷിച്ച റൂഹാസ്തോത്രാർഹന്തായേകം തൃത്വം സ്തുത്യം. ശിഹോദിസായ് പോരാത് കുമരേ പുരാവത് കോഗനെ ഹാസോല കോഗനോ ദിശാമേ ശുറോസായ് ലഘുദിശുഭോഗതോ.
മഹത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും ഹാലേലൂയ ഹാലേലൂയ നിന്നഭിഷിക്ത മുഖം ധരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം പുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ടച്ചിങ് ആയിട്ടുള്ള ഒരു യാത്രയിലൂടെയാണ്. എല്ലാ മരണങ്ങളും ഇമോഷണൽ ആയിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഒരു വൈദികനെ ദേവാലയത്തിൽ നിന്ന് യാത്രയാക്കുന്നത് വളരെ ഹൃദയസ്പർശിയായ ചില യാത്രാമൊഴികൾ ചൊല്ലിയാണ്. ദൈവത്തിന്റെ പുരോഹിത സമാധാനത്തോടെ പോവുക. ഞാൻ ശുശ്രൂഷ നടത്തിയ ദേവാലയമേ സമാധാനത്തോടെ വസിക്കുക. പരിശുദ്ധ ദേവാലയമേ സമാധാനത്തോടെ വസിക്കുക. കൂദാശ അനുഷ്ഠാനകനായ പുരോഹിത സമാധാനത്തോടെ പോവുക. എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരാൾക്ക് സമാധാനത്തോടെ പോകുവാനായിട്ട് സാധിക്കുന്നത്? എന്ത് സമാധാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ചെറിയ ചിന്ത മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം നൽകുന്ന സമാധാനം എന്താണ്? ഈ സമാധാനത്തെ ഓരോ യാത്രയയപ്പുകളിലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണോ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്ന ഒരാൾക്ക് സമാധാനം നൽകുന്നത്? പലപ്പോഴും ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, വചനം എന്താണ് പങ്കുവെക്കുന്നത് എന്നുള്ളത് നമുക്ക് വലിയ നിശ്ചയമുണ്ടാവില്ല. നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ ജനിച്ചു, ജീവിച്ചു, മരിച്ചു. ലൈഫ്, ബർത്ത്, ലൈഫ് ആൻഡ് ഡെത്ത്. ഈ ഒരു സീക്വൻസിലാണ് നമ്മൾ ജീവിതത്തെ കാണുന്നത്. എന്നാൽ ഒരു ക്രിസ്തീയ പ്രത്യാശയിൽ അല്പം വ്യത്യസ്തമായിട്ടാണ് ജീവിതത്തെ, മരണത്തെ ഒക്കെ കാണുന്നത്. ക്രിസ്തീയ പ്രത്യാശയിൽ ലൈഫ്, ഡെത്ത്, റിസറക്ഷൻ. സോ ക്രിസ്തുവിൽ മരിച്ച ഒരാൾ, ക്രിസ്തുവിൽ ജീവിച്ച ഒരാൾ ക്രിസ്തുവിൽ എന്നേക്കും ജീവിക്കും. ഈ ഒരു പ്രത്യാശയാണ് സമാധാനത്തോടെ പോകുവാനായിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക. ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച ഒരു വ്യക്തി. ഇവിടെ വന്യ ഡേവിഡ് അച്ഛൻ ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിന്റെ അനുകാരിയായി ജീവിച്ച് ക്രിസ്തുവിന്റെ കുദാശാനുഷ്ഠാനകനായി ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച ഒരു വ്യക്തി ക്രിസ്തുവിൽ ഇന്നും ജീവിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യമാണ് നമ്മളെ കൊണ്ട് വന്യപുരോഹിത സമാധാനത്താലെ പോകുക എന്ന് പറയിക്കുവാനായിട്ട് ഇടയാകുന്നത്. നമുക്കറിയാം, മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ദൈവം എന്നുള്ളത് ത്രിയേക ദൈവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനുഷ്യൻ എന്നുള്ളതും ഇത്തരത്തിലുള്ള ഒരു ട്രൈ യൂണിയൻ തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും, the body, the soul and spirit. നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചിന്തകളൊക്കെ തന്നെ ഒരു ഗ്രീക്ക് ഇൻഫ്ലുവൻസിൽ വളരെയധികം രൂപപ്പെട്ടത്. എന്നാൽ ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് സുറിയാനി സഭയുടെ വിശ്വാസം, ക്രൈസ്തവ സഭയുടെ യഥാർത്ഥമായിട്ടുള്ള ജനനം. ഹീബ്രു ഫിലോസഫി, ഹീബ്രു ചിന്തകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഗ്രീക്ക് ഫിലോസഫിയിലൊക്കെ നമുക്ക് ഈ ഒരു ഡ്യുവലിസം കാണാം, മൈൻഡ് ബോഡി. ഈ ഒരു ഡ്യുവലിസം എല്ലാത്തിലും നമുക്ക് ആ ഡ്യുവലിസം കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത്
അവന്റെ ആത്മാവുണ്ട്, അവന്റെ ശരീരമുണ്ട്. മരണം എന്ന് പറയുമ്പോഴത്തേക്ക് ശരീരം നഷ്ടപ്പെട്ടു, ആത്മാവ് വേർപെട്ടു. എന്നാൽ ഇങ്ങനെയല്ല വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. സഭയുടെ വിശ്വാസവും ഇങ്ങനെയല്ല. മരണം എന്നുള്ളത് യഥാർത്ഥത്തില് സൂചിപ്പിക്കുന്നത് ആദാമിന്റെ മരണത്തെ കുറിച്ചുള്ളതാണ്. മരണം എന്നുള്ളത് ചില ശവസംസ്കാര ശുശ്രൂഷയുടെ തന്നെ പാട്ടുകളിലുണ്ട്. മരണം അതിന്റെ അധികാരം ക്രിസ്തുവിന്റെ കുരിശോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പാടുന്നുണ്ട്. ആദാമിൽ ആരംഭിക്കുന്ന മരണം. ആദാം മരിച്ചു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. പക്ഷെ സ്റ്റിൽ ആദാമിന് മക്കളെ ജനിപ്പിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനൊക്കെ സാധിച്ചു. ഏത് തരത്തിലുള്ള മരണമാണ് വേദപുസ്തകം സൂചിപ്പിക്കുന്നത്? ഒരു മനുഷ്യൻ എന്നുള്ളത് ട്രൈ യൂണിയൻ ആണെങ്കിൽ അവന്റെ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ഈ ട്രൈ യൂണിയൻ ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ഹോൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്, അതിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് നഷ്ടപ്പെടുമ്പോൾ അവൻ മരിച്ചു എന്ന് വേദപുസ്തകം പറയും. അതാണ് ആദാമിന്റെ മരണം. എന്നാൽ ഒരു ഡേവിഡ് അച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. എന്താണ് മരിച്ചിരിക്കുന്നത്? The body and the soul. The spirit is departing. It's traveling back to its master. ഇതൊരു വലിയ പ്രത്യാശയാണ്. മലയാളത്തില് നമുക്ക് ഇതിനൊന്നും പറ്റിയ വാക്കുകളില്ല. സോളും സ്പിരിറ്റും ഒക്കെ നമ്മൾ നമ്മുടെ ലിറ്റർജിക്കകത്ത് പോലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലർന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോൾ, സ്പിരിറ്റ് എന്നുള്ളത് നമ്മൾ ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലീഷിലും ഗ്രീക്കിലും ഹീബ്രുവിലും ഒക്കെ ഇതിനെ വ്യത്യസ്തമാക്കുന്ന തരത്തിലുള്ള. അപ്പം ഇവിടെ നമ്മുടെ ഒരു പ്രത്യാശയാണ് ക്രിസ്തുവിൽ മരിച്ച ഒരാത്മാവ് അത് നിത്യതയിലേക്ക് യാത്രയാക്കുകയാണ്. അങ്ങനെയുള്ള ഒരാത്മാവിന്റെ സാന്നിധ്യം എവിടെയാണ്? പലപ്പോഴും നമ്മൾ ചില ഫ്യൂണറലൊക്കെ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ ഉണ്ട്. നമ്മുടെ കണ്ണിൽ നിന്ന് മാറ്റപ്പെടും. വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കിന് അച്ഛന്റെ ബെറിയൽ നടക്കും, നമ്മൾ കാണില്ല. പിന്നീട് ഒരു തീരത്ത് നമ്മൾ നിൽക്കുകയാണ്. നമ്മുടെ മുൻപിൽ ഒരു കപ്പൽ പ്രത്യക്ഷപ്പെടുന്നു. ആ കപ്പല് പതുക്കെ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. കുറച്ചും കൂടെ കഴിയുമ്പോൾ ആ കപ്പല് നമ്മളുടെ മുൻപിൽ നിന്ന് മാഞ്ഞു പോകും. നമ്മൾ വിചാരിക്കുകയാണ് ആ കപ്പൽ അവിടെ ഇല്ല എന്നത്. യഥാർത്ഥത്തില് ആ കപ്പലിനെ നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. മനുഷ്യന്റെ ടൈം ആൻഡ് സ്പേസ് ഈസ് വെരി റെസ്ട്രിക്റ്റഡ്. ഇത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ആൻഡ് സ്പേസ് ആണ്. നമ്മുടെ ഡിമെൻഷനാലിറ്റി ഈസ് വെരി റെസ്ട്രിക്റ്റഡ്. ദൈവത്തിന്റെ ഡിമെൻഷനാലിറ്റി ഈസ് ഇറ്റേണൽ, ഇൻഫൈനൈറ്റ്. നമ്മുടെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ബുദ്ധിയില്, ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം ആൻഡ് സ്പേസില്, ലിമിറ്റഡ് ആയിട്ടുള്ള ഡിമെൻഷൻസില് നമ്മൾ ദൈവത്തിന്റെ വൻ പദ്ധതികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമ്മളോട് തന്നെ പറയേണ്ടത് ഈ സ്പിരിറ്റിന് മരണമില്ല. അത് അതിന്റെ ഉടയവന്റെ അടുത്തേക്ക് യാത്രയാണ്. അത് സജീവമായിട്ട് തന്നെ ഉണ്ട്. പർദീസായുടെ ഇമ്പങ്ങളിൽ ഇന്നും സജീവമായിട്ടുണ്ട്. പലപ്പോഴും നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് മരണം ഒരു ഉറക്കമാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നമ്മളൊക്കെ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ കുറിച്ചൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഈ സ്പിരിറ്റിന് മരണമില്ല. അത് പർദീസായുടെ ഇമ്പങ്ങളിൽ ഇവിടെ നിന്ന് മാഞ്ഞു പോകുന്ന ഒന്ന് മറ്റൊരിടത്ത് ആഘോഷപൂർവമായിട്ട് വെൽക്കം ചെയ്യപ്പെടുക. അത് പർദീസായുടെ ഇമ്പങ്ങളിലാണ്. ഈ ഒരു പ്രത്യാശയാണ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു കൂടിച്ചേരലിൽ ഉണ്ടാവുന്നത്. ഈ തിരിച്ചറിവാണ് സമാധാനത്തോടെ പോകുവാനായിട്ട് നമുക്ക് ഹൃദയത്തിൽ നിന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്. The spirit has no death. The spirit has no end unless it is a spiritual death like Adam. ഈ സ്പിരിറ്റ് ദൈവത്തിന്റെ അവന്റെ ഉടയവന്റെ അടുക്കിലേക്ക് യാത്രയാണ്.
പ്രത്യാശയിൽ നമുക്ക് ബലപ്പെടാം. ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിന്റെ കൂദാശാനുഷ്ഠാനകനായി, ക്രിസ്തുവിൽ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ട പ്രിയപ്പെട്ട ഡേവിഡ് അച്ഛനെ സമാധാനത്തോടെ നമുക്ക് യാത്രയാക്കാം. ദൈവം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ, പ്രത്യേകിച്ച് കൊച്ചമ്മയുടെയും മക്കളുടെയും ഒക്കെ ഹൃദയങ്ങളിൽ സമാധാനത്തിന്റെ ആത്മാവിനെ തന്ന് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അനുശോചനം അറിയിക്കുകയും ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും തന്നെ. ആമേൻ. Thank you, Ranjanajan, for your kind, comforting words and reminding us that our beloved David Achin, his life, his legacy is continuing with his spirit and soul that's remaining with us. And thank you once again for giving the family your comforting words. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. ഞാൻ അലകൾ പടകിൽ അടിച്ചെന്നാൽ അല്ലലോരൽഭാവമില്ലെനിക്ക്. ആഴിയും ഒഴിയും നിർമ്മിച്ച നാഥൻ അഭയമായി അരികിലുണ്ട്. ആഴിയും ഒഴിയും നിർമ്മിച്ച നാഥൻ അഭയമായി അരികിലുണ്ട്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. ഞാൻ മരണനിഴലിൻ താഴ്വരയിൽ ശരണമായി എനിക്കേശുവുണ്ട്. കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ. കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. ഞാൻ നാനാ പരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കുന്നുണ്ടായിടിലും നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എന്ന് ക്ഷീണം മറന്നങ്ങ് പോകുന്നു. ഞാൻ നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എന്ന് ക്ഷീണം മറന്നങ്ങ് പോകുന്നു. ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. ഞാൻ വിണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും അന്നു തീരും. എണ്ണിയ തീരാതൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും. ഞാൻ എണ്ണിയ തീരാതൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും. ഞാൻ
വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. നമുക്കിപ്പോൾ അഞ്ചാമത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. As you know, we have altogether 10 services for the burial services of a priest. Usually, it can be done according to the time availability of time and space. However, we are doing everyone because we are hoping that we can conclude everything in time. So now we are doing this fifth service. Let us pray. Holy are the O God, Holy are the Almighty, holy are the immortal, crucified for us our sins. Holy are the O God, Holy are the Almighty, holy are the immortal, crucified for us our sins. Holy are the O God, Holy are the Almighty, holy are the immortal, crucified for us our sins. Lord have mercy upon us. Lord, be kind and have mercy, Lord, accept our sins, worship and have mercy on us. Glory be to thee, O God. Glory be to the Creator, glory be to the Christ, who does business thy servants are born. Our Father who art in heaven, Hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, forgive us our debts and sins as we forgive our debtors. Lead us not into temptation, but deliver us from evil. For thine is the kingdom, the power and glory, forever and ever. Amen. peace to you, Mary, full of grace. Lord is with thee, blessed art thou among women, blessed is the fruit of thy womb, O Lord Jesus Christ. Word is the Savior, the Lord of God, for our sins, now and time and hour of our death. Amen. Shukrola, Bolabro, Ruho, Kadisho. O Lord, place among the ranks of your chosen ones, join with the congregations of your saints, and count in the inheritance of your saints. This our brother, the priest, or Episcopal David, who ministered to you, served your holy name, and exalted and glorified you with his songs and service. Instead of the present life, make him worthy of that everlasting life. May he serve you at your spiritual and heavenly altar with your saints, and offer thanksgiving and praise to you, and to your Father and your Holy Spirit, now and always and forever and ever. En വിധി തീർത്തൻ വൈരികളോട് പോരാടണം. ഹല്ലേലൂയ. എന്നുദരിക്കായി നീ വാളും പരിചയവുമായി നിൽക്കണം. നീ വാൾ വീശി വിദ്വേഷികൾ മേൽ മിന്നിക്കണം. ഹല്ലേലൂയ. ഞാൻ രക്ഷകൻ എന്നാത്മത്തോടു നീ ചൊല്ലണം. എന്നാത്മാവിനെ ആരായി ഓർന്നാണിച്ചിടും. ഹല്ലേലൂയ. പിന്തിയും ലജ്ജാവിവശന്മാരാകും. എന്നെക്കായി ദോഷം ചിന്തിച്ചോ. ഹല്ലേലൂയ. കാറ്റിൽ കൊടി പോലെ തീരും. പാർക്കുമോ മെൻമോലം വാദാമുൽ മോലം വൽമീനാമേ. ചോദ്യം ചെയ്യണമേ. എന്നെ എതിർക്കും സാത്താനേ. ലോകത്തിൽ ഞാൻ വീഴുമ്പോൾ അവൻ എന്നെ കെണിയിൽ വീഴ്ത്തി. എന്നെ അവനീ വേർപാടിൽ പീഡിപ്പിക്കാൻ മുതിരും.
ജനം സ്പർശനമാം യോസേപ്പിന്റെ അസ്ഥികളെ മിശ്രമീതോ വാഗ്ദത്തമതാം നാടതിലേക്ക് വിലാതിപനം നീക്കി ഏവം വാങ്ങിപ്പോയോർദാ ഭാവിയിലെ വിസ്മയകരമാ രഹസ്യത്തെ ദൈവോചിതമായി നീ കാട്ടി നീയതിയാൽ ഞങ്ങൾക്കേകി രണ്ടാം ജനന പ്രത്യാശ രക്ഷകനാം കർത്താവേ പ്രത്യാശയിലടിപതരാതെ പ്രാണപദം നിൻ ശുശ്രൂഷ മുഖമേന്തി കൽപ്പനയല്ല മരിച്ചോലാം ഈ ദാസൻ ദ്രോഹഗണമേ നല്ലോർമ്മ തിരുസന്നിധിയിൽ സന്തതമാ അധ്വാനത്തിൽ സ്വേദഗണ തൂകിയ പരിശുദ്ധന്മാർദ വാസസ്ഥാനങ്ങളിൽ നിന്റെ കാരുണ്യത്തിൻ ബഹുലതയാ ഇവനെ നിവസിപ്പിക്കണം യേശു മഹാരാജാവേ നീ നാല് മുഖങ്ങളെയും തേരിൽ മഹിമയോടാഗതനാകുമ്പോൾ ഈ വയലാം ദൂതന്മാർ ആയിരവും പതിനായിരവും നിന്നെ ശുശ്രൂഷിക്കുന്നു സൃഷ്ടികളെ വിധി ചെയ്തിടുവാൻ നീ എഴുന്നള്ളും ഭീകരമാ ദിവസത്തിൽ തിരുസന്നിധിയിൽ ഒരുകി പോകും ശൈലങ്ങൾ ജലതീരം വറ്റി പോകും നീ സിംഹാസനമാതിരേറും രാജപുരോഹിതദർശകതൻ വംശപരമ്പരവന്നിതു കർമ്മങ്ങൾക്കനുസൃതമായി നീ പ്രതിദാനം നൽകിയിടുമ്പോൾ സർവാധിപനാം കർത്താവേ ഞങ്ങൾ മേൽ കൃപ തോന്നണം. മഹാപ്രധാനാചാര്യനും താലന്തുകൾ വെച്ച് കൊടുക്കുന്നവനും കുപ്പാക്കുഴിയിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ഉയർത്തി തന്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അധികാരപ്പെടുന്നവനുമായ കർത്താവിന് സ്തുതി. തന്റെ ഈ ദാസന്റെ ഈ ആചാര്യന്റെ സംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആഴ്ചകാലം മുഴുവനും സ്തുതി ബഹുമാനമായ ആദരവ് എനിക്ക് യോഗ്യമാകുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവായ യേശുമിശിഹ മലിനരോഷതരമാകുന്ന നിന്റെ ദാസരായ ഞങ്ങൾ വെളിപ്പോഴും വിശുദ്ധിയോടും ദർശനധിയോ സന്ധ്യാസമയത്തും പ്രഭാത സമയത്തും ശുശ്രൂഷയനുഷ്ഠിച്ച് ഉത്തമ നടപടികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിരുന്ന ഞങ്ങളുടെ സഹോദരനായ ഈ ആചാര്യ ശ്രേഷ്ഠന് വേണ്ടി അടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ നിന്റെ ദാസന്റെ ന്യായവിധിയിലേക്ക് നീ പ്രവേശിച്ച് ഇവനെ കർശനമായ പരിശോധനയ്ക്ക്
വിധേയനാക്കരുതേ. നിന്റെ വിശുദ്ധ മക്ബഹായുടെ പടികൾ ചവിട്ടിയുള്ള കാലുകൾ അഗ്നിക്കനലുകൾ ചവിട്ടുവാൻ വിട്ടുകൊടുക്കരുതേ. നിന്റെ ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായനാവും പൊത്തപ്പെട്ട് മൗനമായി തീരുവാൻ ഇടയാക്കരുതേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ളതായ കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി തീർത്തക്കോണം അവയെ അന്ധകാരപ്പെടുത്തരുതേ. നിന്റെ വന്യ വിശുദ്ധ രഹസ്യങ്ങളെ ആഘോഷിച്ച കൈകളോ അഗ്നികനലുകളാൽ ചുരുണ്ടു പോകുവാൻ വിട്ടുകൊടുക്കരുതേ. എന്നാൽ ദൈവമായ കർത്താവേ, ഈ ആചാര്യ ശ്രേഷ്ഠന് വേണ്ടിയുള്ളതായ ഞങ്ങളുടെ ബലഹീന പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളും ഇന്നലെ ദാസൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും പരിഹരിച്ച് ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളിൽ നിറവുള്ളവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കയറ്റുമാറാകണമേ. പാർക്കുമോ ഓശോ വകുലസ്ബാൻ ലോമി Mara
നിന്നിൽ വിശ്വാസം പൂണ്ടോനേവൻ മെയ്യും നിടവും കൈയേറ്റോ നിൽക്കേ നമ്പലമായി നാഥ മെൻപോലം വാദമുൽ പോലം മീനാമീനിൽ വാങ്ങിപ്പോയോരെ തേജ സാഘോഷിപ്പിക്കാം നിന്നെ കീർത്തിപ്പാൻ തേജോഗേഹ വിശ്വാസികൾ ആചാര്യത്വത്തിൻ താര ദൈവോ ഞാൻ മണ്ണിൽ മൂടി വ്യാപാരത്താൽ ഞാൻ വർദ്ധിപ്പിച്ചില്ല നാദം ചോദിക്കും നേരം അലസൻ ഞാനെന്തോ നേടും നിന്നാരാധനേ ദിവ്യഗ്രഹങ്ങളിലാശ്വാസം തൽപാപം പോയി മോചനമേ ഗണമേ ഞങ്ങൾക്കും പറ്റും ദോഷങ്ങളുമായി നാദാ നിന്നിൽ നിദ്രിതനാ ഈ സഹജൻ തന്നാത്മത്തെ ശോഭന ശിബിരത്തിൽ നിവസിപ്പിക്കണമേ തേജോഭവനേ നീയൊപ്പം നിത്യം ജീവൻ നേടണം ശാന്യ സർവരുമേ എന്നേക്കും ഞങ്ങൾ വേർപെട്ടിടുന്നു നിങ്ങൾ തൻ പ്രാർത്ഥനയെന്നു ദുർഗം ശാശ്വതമാവുക ദാസന് ശുദ്ധന്മാരോട് ചേർക്കണം നിന്നുടെ ജീവനും രക്തശരീരങ്ങൾ ഏറ്റോനാമീവരോടൊപ്പം വിധിയിൽ നീ പോകീടല്ലേ നാദം പൊങ്ങും വീരന്മാർ കബറിന്നു നാശം കൂടാതെ എഴുന്നേൽക്കും നിന്നിൽ നിദ്രീകരപ്പോൾ കൃപയും ചിറകിൽ ചേരണം പലിശയുടെ കീടാ പ്രിയരെ ചോദിക്കൂ ഞാനെന്തോ നേടോ ആദായം നൽകാൻ വന്നൊരു
സുതൻ തൻ വലുവാം സഭയെ ശാന്തിയവാഴ്ക ശ്രീവാദി തനയർക്കെല്ലാം വലുതാം കോട്ട ശിഷ്യന്മാരാം വൈദികരെ ശാന്തിയാമേവിൻ ധൂപ പ്രാർത്ഥനകളിലങ്ങ് എപ്പോഴും എന്നെ ഓർമ്മിൻ. ഞാൻ ശുശ്രൂഷിച്ചൊരു ബലിവേദി മേവുക ശാന്ത്യ ശ്രേഷ്ഠതയേറും കോദാശകളിൽ മേവുക ശാന്ത്യ പള്ളികളോടന്തയറാകളുമേ വാഴിൻ ശാന്ത്യ നിങ്ങളോടൊന്നിച്ചവരട്ടെ കർത്താവേ ശാന്തി. Shihode-sai morod-komarin rabod-kohane Hasole-kohanem shamish-rosai Yogde-shubogato Inne Dormelekyo Hallelujah Hallelujah Samadu Sohadadaman Fanalahu Arakmo Melmolem Vadam Melmolem Malminame Dakiyo Sokadisho Sonadushan Parvei Paradaiso Banderolem Balagi Saumengalos Kurela Ison പരിചരിച്ചെന്നാചാര്യന്മാരെ പരമാനന്ദലോകത്തിൽ പരിചോടിയെ ചേർക്കട്ടെ പാർക്കുമോ ശുശ്രൂഷകരമൈദീകരെ ഉയർപ്പേൻ വലിയൊരു നാളിങ്കൽ അവർക്ക് ഗണമേ മുഖകാന്തി പൊറിയോറാമി മലൈനുവാദാരേ മഷിനാകുദാശകളർപ്പിച്ചു രാജാരേ ദേകുക പുണ്യവും നാദസ്തോത്രം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചെടുത്തവനായ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ജീവനായ സുരക്ഷിത ബലികളായ നമ്മളോട് കൂടെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും കാരുണ്യവാനായ ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾക്കും ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധമായുള്ള ശ്രേഷ്ഠമായ സിംഹാസനത്തിന് മുമ്പാകെ ബലഹീനമുള്ളവരും കുറവുള്ളവരുമായ അടികളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കേൾക്കപ്പെട്ടവയും അംഗീകാരയോഗ്യമായി തീരുമാറാകണമേ. Abo prorokadisho hosho bukulis malulmi relaison moran samalek moran shuluk sabraya barakmo. Our Father who art in heaven, hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. Give us today our daily bread, and forgive us trespasses as we forgive trespass against us. Lead us not into temptation, but deliver us from evil. Thine is the kingdom, power, and glory forever and ever. Peace to you, Mary, full of grace. The Lord is with thee. Blessed art thou, blessed is the fruit of thy womb, O Lord Jesus Christ. Holy is the Mary, Mother of God, pray for us sinners, and now at our death. Amen. കരുണ നിറഞ്ഞവനേ പുനരുദ്ധാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. വനപരാധത്തിൽ ദൈവമിസഹാക്കുടയും യാക്കോബിനുടയും
പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഭക്ഷണം കരുതിയിട്ടുണ്ട്. സോ അതിൽ പങ്കെടുത്തിട്ട് പോകാറുള്ളൂ. നാളത്തേക്കുള്ള ക്രമീകരണം ഇതാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് സെന്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രൽ, നമ്മുടെ കാറോട്ടനിലെ സെന്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രൽ പള്ളി വെച്ചായിരിക്കും വ്യൂവിംഗ് ശുശ്രൂഷ നടത്തപ്പെടുന്നത്. വൈകുന്നേരം 5 മണി തൊട്ട് 9 മണി വരെ ആണ് വ്യൂവിംഗിന്റെ സമയം. The body will be arriving at the church at 4 p.m. From 4 to 5, the family has time to be with our dear Akshay. This evening, the beloved clergy, along with our Archbishop, was able to go to the funeral home and dress our beloved Achin in his vestments. So Achin is all dressed in his priestly vestments and prepared for tomorrow's wake service. So please do make aware of the time. The wake will start sharply at 5 p.m. and it will end at 9 p.m. As you all know, the prayers for the clergy are pretty long, so we do need to complete the 6th hour as well as the 7th hour for the funeral services. So please do come on time and be a part of the viewing and wake service as well as the funeral service as well. Once again, on behalf of our Gregorius Church and David Achin's family, we want to take this opportunity to thank our Archbishop for coming out here, as well as all the clergy for taking the time to be here with us this evening and to lead the prayers and to continue. We ask that you continue to keep dear Kochima, the kids and grandkids and the rest of the family in your prayers. And then on Friday, we will have the final services. We will start morning prayer at 8 a.m. followed by Holy Kurbana. After Holy Kurbana, we will have a slight time for viewing. After the viewing services, we will conclude the 8th service as well as the final farewell service at the church. And we hope to leave the church at 1:30 to the cemetery. The cemetery is close by. It's New Hope Funeral and Cemetery. Please do make aware of that time as well. We will start at 8 a.m. on Friday morning, and we hope to conclude by 2:30 at the cemetery. So please do be a part of that service as well. Once again, thank you to our beloved Tinmini and our Actions. At this time, please do encourage all of you to partake in dinner and depart and keep us and the family in your prayers. Thank you.